ഹലോ. എന്നോട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യു എയിൽ വന്നിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ജോലി കിട്ടിയത്? പെട്ടെന്ന് നമുക്ക് വിസിറ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? അതോ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ ജോലി കിട്ടുമോ എന്നുള്ള കുറേ ഡൗട്ടുകൾ അവർ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ അവരോടെല്ലാം പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ യു എയിൽ വന്നിട്ട് നമുക്ക് യു എയിലൊരു ജോലി, അതായത് വിസയൊക്കെ അടിച്ച് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മളിവിടെ വിസിറ്റ് എടുത്ത് വന്ന് ഇവിടെ നിന്നുകൊണ്ട് വേണം ജോലി അന്വേഷിക്കാനായിട്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് റിക്രൂട്ടേഴ്സ് ഇപ്പം നമ്മൾ കുറച്ച് നാളല്ലേ വാർത്തകളിലൊക്കെ കാണാറുണ്ടല്ലോ, ഒരുപാട് പേര് പണമൊക്കെ മേടിച്ചിട്ട് ഇവിടെ ജോലി മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറ്റിച്ചെന്നൊക്കെ. അങ്ങനെയുള്ള ചതിക്കുഴികളിൽ വന്ന് വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കണം. കാരണം ഇവിടെ വന്ന് വിസിറ്റ് എടുത്ത് ഇവിടെ വന്ന് കഴിയുമ്പോഴേ നമുക്കിവിടുത്തെ സാഹചര്യം, പിന്നെ ആ കമ്പനിയെ പറ്റി അന്വേഷിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്, പരമാവധി ഒരു വിസിറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കുക, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോയെന്ന് അന്വേഷിക്കുക. ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ ഏതെങ്കിലും കമ്പനികളിൽ അപ്ലൈ ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് തരാനുള്ള അഡ്വൈസ്. ഇപ്പം ഞാനിവിടെ യു എയിൽ വന്ന സമയത്ത് ഞാൻ 1 വർഷത്തോളം വിസിറ്റ് എടുത്തിട്ടാണ് നിന്നത്. അത് ഒരു വിസിറ്റ് അല്ല, പല വിസിറ്റ് എടുത്തിട്ടാണ് നിന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിസിറ്റിലൊന്നും നമുക്ക് ജോലി പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ കിട്ടാൻ തന്നെ പാടായിരിക്കും വിസിറ്റിന് നിൽക്കുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയാൽ തന്നെ അത് ജെന്യുവൻ ആണോ, നല്ലൊരു കമ്പനിയാണോ, അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് യു എ വന്ന സമയത്ത് ഞാൻ വിസിറ്റ് എടുത്ത് നിന്നു. എനിക്ക് ആ ഇൻ്റർവ്യൂ ഒന്നും ആദ്യം കിട്ടുന്ന പോലും ഇല്ലായിരുന്നു. ഞാൻ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇറങ്ങും. ചിലപ്പോൾ നടന്നായിരിക്കും പോവുക. ഓരോ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യും. ആ ഏരിയയിൽ നമ്മൾ അന്നത്തെ ആ ഓഫീസുകളെല്ലാം കവർ ചെയ്ത് അവിടെ സി വി ഒക്കെ ഡ്രോപ്പ് ചെയ്ത്, ചില സമയം അവിടെ ഒരു വേക്കൻസി ഒഴിവുണ്ടായിരിക്കും. ആ സമയത്ത് അവർ കാൻഡിഡേറ്റ്സിനെ അന്വേഷിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സി വി നോക്കി നമ്മൾ ക്വാളിഫൈഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ സി വി ഒക്കെ മേടിച്ച് അപ്പം തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങൾ ഇത്രയാണ് സാലറി തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഇങ്ങോട്ട് പറയും. കാരണം അവർക്കറിയാം നമുക്ക് ജോലിക്ക് ആവശ്യമുണ്ട്, നമുക്കാണ് ആവശ്യമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവർ നല്ലതുപോലെ സാലറി കുറച്ചേ പറയാറുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ വിസിറ്റിന് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ നമുക്ക് ഏറ്റവും കുറഞ്ഞ തരത്തിലുള്ള സാലറിയെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ജോലി കിട്ടിയവർ വളരെ ചുരുക്കമാണ് കേട്ടോ. ഈ ഡയറക്റ്റ് സി വി കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത് കിട്ടിയവരൊക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പം ഞാനവിടെ 1 വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു 10-25 കമ്പനികളിലോളം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു കിട്ടാനുള്ള ചാൻസ് അതാണ്. ചില കമ്പനികളുണ്ട്, മലയാളികളൊക്കെ ഉള്ള കമ്പനികൾ, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് അതും ഇതുമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കും. വീട്ടിലെവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, നാട്ടിലെവിടെയാണ്, ഇവിടെ ഒറ്റയ്ക്കാണോ, ഇവിടെ ഫാമിലി ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അങ്ങനെയുള്ളിടത്തൊന്നും പോയി പെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനങ്ങനെ ജോലി അന്വേഷിച്ച് പോകുന്നിടത്ത് അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ നമ്പർ മേടിക്കുക, എന്നിട്ട് പിന്നെ നമ്മളെ വാട്സപ്പിലൂടെ ഒക്കെ മെസ്സേജ് അയയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തേക്കുക. അങ്ങനെയുള്ള കമ്പനികൾ കയറാതിരിക്കുക മാക്സിമം. ഞാൻ ആദ്യമായിട്ട് കയറിയത് ഇവിടെ അബുദാബിയിൽ വന്നിട്ട്, ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബി വന്നിട്ട് ജോലി അന്വേഷിച്ച് വിസിറ്റ് എടുത്ത് ക്ഷമയോടെ നിന്നിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. ആദ്യം കയറിയത് ഹോസ്പിറ്റലാണ്. അവിടെ നമ്മൾ ഇൻഷുറൻസിൽ, നമ്മൾ കസ്റ്റമർ സർവീസിൽ, അങ്ങനെ ആ ഒരു ഫീൽഡിലാണ് കയറിയത്. ഞാനവിടെ കയറി, എനിക്കിവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഞാൻ ഫ്രഷറായിട്ടാണ് കയറിയത്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ അത്യാവശ്യം ലാംഗ്വേജും കാര്യങ്ങളുമൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു. അവിടെ ഹിന്ദിയും വേണം, ഇംഗ്ലീഷും വേണം. മലയാളികളായിട്ടുള്ള പേഷ്യൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വേറെ ജോലി അവിടെ നിന്നുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഒരു ജോലിക്ക് കഴിഞ്ഞ് അവിടെ നമുക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ ജോലിക്ക് നോക്കാതെ അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലിക്ക് നോക്കുക. ഞാൻ അവിടെ നിന്ന് മാറാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും.
അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് ഡ്യൂട്ടി. ചിലപ്പോൾ നമ്മൾ 8 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് മെസ്സേജ് വരും, മോർണിംഗ് തൊട്ട് വരാൻ പറയും. നമ്മൾ ഈ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് കിടന്ന് കഴിഞ്ഞിട്ട് മോർണിംഗ് മെസ്സേജ് വന്നിട്ട് അതായത് മോർണിംഗ് തൊട്ട് രാവിലെ 7 മണി തൊട്ട് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അത് ഓൾറെഡി ലൈഫ് സ്റ്റൈലിനെ കൂടി ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഫിൻ്റെ അന്ന് നമുക്ക് സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുക അവർ. അപ്പം നമുക്ക് ഒരു സെമിനാർ ആയിരിക്കത്തില്ല, 2 സെമിനാറായിരിക്കും ഒരു ദിവസം വരിക. അപ്പം രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ഒരു സെമിനാർ, പിന്നെ 1 മണി തൊട്ട് 2 മണി വരെ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന ഒരു ദിവസം പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു റിഗ്രറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ആ ജോലിയിൽ നിന്ന് മാറാനുള്ള റീസൺ. പിന്നെ പോരാത്തതിനെന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കണം. നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ നിന്നിടത്ത് തന്നെ, അതായത് നിൽക്കുന്നിടത്ത് തന്നെ ഒരു 8 മണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കുക. വാഷ്റൂം യൂസ് ചെയ്യാനുള്ളൊരു അവർ അലൗഡ് ആക്കില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരിക്കും. നമ്മൾ ആ സമയത്ത് കൗണ്ടർ ഇട്ടിട്ട് പോവുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ജോലിയെ അത് ബാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ജോലി മാറുന്നതിനെ പറ്റി ചിന്തിച്ചത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ, അതായത് നമുക്ക് അവിടെ നിന്ന് കോണ്ടാക്ട്സ് കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് ഞാനൊരു ഡയറി കമ്പനിയിൽ കയറുന്നത്. ആ ഡയറി കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് പ്രൊമോട്ടറായിട്ടാണ് കയറുന്നത്. അത് നമ്മൾ ചില്ലറിൻ്റെ ഫ്രണ്ടിൽ, അതും നമ്മൾ 8 മണിക്കൂർ തന്നെ നിൽക്കണം. അതും 0 to 5 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ തണുപ്പുള്ളത്. അത്രയും തണുപ്പത്ത് പിന്നെ AC-യുടെ, അതായത് കൂളിങ്ങും കാര്യങ്ങളും ഉണ്ട്. അത്രയ്ക്ക് നമ്മൾ സഫർ ചെയ്യണം. പക്ഷേ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനിയിൽ നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം ജോലി ചെയ്തതിനെക്കാട്ടിലും എനിക്ക് പാക്കേജ് കൂടുതലാണ് കിട്ടിയത്. അത് സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് സാധാരണ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഫിലിപ്പീൻസ്, നേപ്പാളികൾ, പിന്നെ റഷ്യക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, ആ ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ് സാധാരണ നിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ജോബ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്പനിയുടെ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളെന്നാണ്. അപ്പോൾ നമ്മൾ അവർക്ക് മാക്സിമം കമ്പനിക്ക് വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ അവർ മോസ്റ്റ്ലി അവർ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു നാഷണാലിറ്റീസിനായിരുന്നു. ഞാൻ വന്ന സമയത്ത് അബുദാബിയിൽ മലയാളി സെയിൽസ് പ്രൊമോട്ടേഴ്സ് വളരെ ചുരുക്കമായിരുന്നു, 1-2 പേരേ ഉള്ളായിരുന്നു. ഞാൻ കയറി അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചു. ആ സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന ആളായിട്ട്. ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു, മലയാളികൾ എങ്ങൊന്നും ഈ ഒരു ഫീൽഡ് കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ 8 മണിക്കൂർ എങ്ങനെ നിൽക്കുക ഈ ചില്ലറിൻ്റെ ഫ്രണ്ടിൽ, ഭയങ്കര തണുപ്പല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത്? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തുമാത്രം സഫർ ചെയ്താലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ നമ്മുടെ കുടുംബത്തെ ഓർക്കുമ്പോഴത്തേക്കിനും, നമ്മുടെ വീട്ടിലെ നമ്മുടെ പേരൻസിനെ ഓർക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്തത്. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാനങ്ങ് മറന്നു. അങ്ങനെ ആ ഒരു സെയിൽസ് പ്രൊമോട്ടറായിട്ട് ഞാൻ നിന്നു. മാർക്കറ്റിനെ പറ്റി പഠിച്ചു. ഞാൻ അതിൻ്റെ ബോട്ടമിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുന്നതെന്ന് ഓർക്കണം. അപ്പോൾ മാർക്കറ്റിനെ പറ്റി പഠിച്ചു, കസ്റ്റമേഴ്സിനെ പഠിച്ചു, എങ്ങനെ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് അതിനെന്തൊക്കെ സവിശേഷതകളുണ്ട്, അതിനെന്ത് ഷെൽഫ് ലൈഫ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ തന്നെ ഇൻറ്റേർണൽ വേക്കൻസിയിൽ, അതൊരു സൂപ്പർവൈസർ വേക്കൻസിയാണ്. അപ്പം ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു. അതിൽ ഇൻ്റർവ്യൂ ഘട്ടങ്ങളുണ്ടായിരുന്നു. അത് 2 ഇൻ്റർവ്യൂ പാസ്സായി ഓൾറെഡി. ഞാൻ ആ സമയത്ത് ഈ പ്രൊമോട്ടറായിട്ട് നിന്ന സമയത്ത് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി ഈ സൂപ്പർവൈസർ പോസ്റ്റിലോട്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കരിയർ ഓൾറെഡി ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാലറി വൈസ് നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം കിട്ടുന്ന സാലറിയിൽ നിന്ന് നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്കാർ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കി തന്നു. അപ്പം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ആദ്യം ഒരു 2-3 വട്ടം തോറ്റുപോയി, പിന്നെ പൈസ മുടക്കി, പിന്നെ അങ്ങനെയാണ് ലൈസൻസ് കിട്ടി. അങ്ങനെ കമ്പനി കാറ് തന്നു. ഞാൻ ആ കമ്പനിയുടെ ഒരു ഡിവിഷനിലെ സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്തു. എനിക്ക്
നമ്മൾ സാധാരണ പറയത്തില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വളരാൻ സഹായിച്ച ആളുകളെ മറക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ കമ്പനീനെ ഒരിക്കലും മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് എൻ്റെ കരിയറിനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. കാരണം അതൊരു വലിയ ഈ UAE തന്നെ GCC കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഫുഡ് കമ്പനി എന്ന് പറയാൻ പറ്റും. കാരണം അത്രമാത്രം പ്രൊഡക്ട്സ് അവർക്കുണ്ട്. നമ്മൾ എണ്ണിയാൽ തീരാത്തത്രയും പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലോജിസ്റ്റിക്സ്, പിന്നെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ ഭയങ്കര ഒരു വമ്പൻ സെറ്റപ്പാണ്. കാരണം ഇവിടുത്തെ ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ആ കമ്പനിയുടെ പേരറിയാം. അപ്പം അത്രയ്ക്ക് നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സൂപ്പർവൈസറായിട്ട് കയറിയ ആ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ പ്രൊമോഷൻസ് അല്ല, ഔട്ട്ഡോറാണ്. ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് വേണം, കാർ വേണം, നമ്മൾ റൂട്ട് വിസിറ്റ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം, ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. പറഞ്ഞു വരുമ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ഇൻഡോറിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊമോഷനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കരിയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫീൽഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു കാറ്റഗറി എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അവിടുന്ന് എൻ്റെ കസ്റ്റമർ, അതായത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ആ കമ്പനിക്ക് വേണ്ടി ഒരുപാട്, അതായത് പുതിയ പ്രൊജക്റ്റൊക്കെ വന്നു, അതിൽ ഒരുപാട് കോർഡിനേറ്റ് ചെയ്തു, പുതിയ പ്രോഡക്റ്റ്സ് വന്നു, ഡെവലപ്പ് ചെയ്തു, ബിസിനസ് ഡെവലപ്പ് ചെയ്തു, മാർക്കറ്റിൽ നല്ലൊരു രീതി നിൽക്കുമ്പോഴാണ് വേറൊരു കമ്പനിയുടെ മാനേജർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അതായത് ജോബ് ചേഞ്ചിന് നെസൂന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കേ, നമ്മൾ ജോലി അങ്ങോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മൾ പോകുന്നത്. CV അയക്കണം, സൈറ്റിൽ കയറി CV അയക്കണം, പിന്നെ കവറിംഗ് ലെറ്റർ വെക്കണം, അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസുള്ള പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു പോയിട്ടാണ് നമുക്കൊരു ജോലി കിട്ടുന്നത്. ഇതിങ്ങോട്ട് വന്നിട്ട് നമ്മളോട് പറയാണ് ജോബ് ചേഞ്ചിന് താല്പര്യമുണ്ടോയെന്ന്. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ട ഒരു GCC കൺട്രി നിൽക്കുമ്പോൾ? ഞാനൊന്നും ആലോചിച്ചില്ല. ബെറ്റർ സാലറിയാണ്, പിന്നെ ഓൾറെഡി വേറൊരു കാറ്റഗറി, അതായത് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് വേറൊരു കാറ്റഗറി ആയതുകൊണ്ട് അതിലും ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് മാറാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ ഓൾമോസ്റ്റ് ഒരു 4 years കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ കമ്പനി വിട്ടിട്ട് ഈ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവരിങ്ങോട്ട് ഓഫർ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു പാക്കേജ് എനിക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആ കമ്പനിയിൽ ഞാൻ 1 വർഷം നിന്നു. പിന്നെ അവിടെ ഒരു ഗ്രോത്ത് കാണുന്നില്ല. കാരണം നമുക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു പൊസിഷനിൽ തന്നെയല്ല നിൽക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഇപ്പം എനിക്കൊരു ബാച്ചിലർ ഡിഗ്രി എക്കണോമിക്സിലാണെന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ സെയിൽസിനെ പറ്റി ഒരു ധാരണയൊക്കെ, അതായത് ബോട്ടമിൽ നിന്ന് വന്നതുകൊണ്ട് സെയിൽസിനെ പറ്റി ഒരു ധാരണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും എല്ലാം പറ്റി. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഓൾറെഡി സെയിൽസ് പ്രൊമോട്ടറിൽ നിന്ന് സൂപ്പർവൈസർ പോസ്റ്റിലെത്തി. സൂപ്പർവൈസർ പോസ്റ്റിൽ നിന്ന് ഇനി വേണ്ടത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഓൾറെഡി മാറാൻ തീരുമാനിച്ചു. മാറാൻ തീരുമാനിച്ച ഘട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമാണ് ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ്. ഇത് രണ്ടും ജോബ് സെർച്ച് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ഇതിൽ എങ്ങനെ നമുക്ക് ജോലി സെർച്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് ജോലി കിട്ടാമെന്നുള്ളതാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബൈ.